നമസ്കാരം. പാണക്കാട് മുനവറലി തങ്ങളുടെ FBയിലെ തിരുത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകളൊക്കെ തെറി വിളിച്ചു വന്നു, ചില ആളുകളൊക്കെ എന്നെ വിമർശിച്ചു, ചില ആളുകൾ എന്നെ അനുകൂലിച്ചു, ചുരുക്കം ചില ആളുകൾ ആ കുട്ടി പറഞ്ഞതാണ് ശരി, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് രംഗത്തെത്തി. എന്തായാലും ഇവിടെ എല്ലാവരോടും കൂടി ഞാൻ പറയുകയാണ്, തെറി വിളിച്ച ആളുകളോട് പ്രത്യേകിച്ച്. തെറി വിളിച്ചതൊക്കെ അവരുടെ സംസ്കാരം, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടവും ബഹുമാനവും ആദരവും ഒക്കെയുള്ള ഒരു കുടുംബമാണ്. ഞാനത് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സാദിഖ് അലി തങ്ങളെ കുറിച്ച്, അദ്ദേഹം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ പോലും അദ്ദേഹം ഒക്കെ ഇടപെടുന്ന രീതിയൊക്കെ പലപ്പോഴും അതെന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ മുനവറലി തങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മുൻഗാമികൾ, അവരൊക്കെ ഏറെ പ്രശസ്തരാണ്. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുള്ള തങ്ങന്മാരാണ്. എല്ലാവരും അവരെ അംഗീകരിക്കുന്നുണ്ട്. പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു എതിർവാക്കുണ്ടാകാറില്ല. UDF എന്ന് പറയുമ്പോൾ UDFിലെ മറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു വിഷയത്തിൽ അവസാന തീരുമാനമെടുക്കാൻ പാണക്കാട് കുടുംബത്തിലേക്ക് പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ട കാര്യമാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പാണക്കാട് കുടുംബത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനോ ഒന്നുമുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ ആരും പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും പൊട്ടന്മാരാകും, എല്ലാവരും കുറ്റക്കാരാകും എന്ന് തോന്നിയപ്പോഴാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ തീരുമാനിച്ചത്. കുട്ടി പറഞ്ഞ കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കുട്ടി പറഞ്ഞ കാര്യം അത്ര നിഷ്കളങ്കമല്ല എന്നുള്ളത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം കുട്ടി ഒന്നും അറിയാതെ പറഞ്ഞതൊന്നുമല്ല. കുട്ടിയെ പഠിപ്പിച്ച കാര്യം കുട്ടി കൃത്യമായി അവതരിപ്പിച്ചു. അത് തന്നെയാണ് കുട്ടി ആ ചാനലിൽ പ്രതികരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായത്. പക്ഷെ അവിടെ തങ്ങൾ തിരുത്തിയപ്പോൾ തങ്ങളത് തിരുത്തിയല്ലോ, അതാകട്ടെ ശരി, അത് ശരിയാവണം, അങ്ങനെ അല്ലെങ്കിൽ തങ്ങളത് പറയില്ല എന്ന് വിശ്വസിച്ചു. അതിനെക്കുറിച്ച് പറയേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് സയ്യിദ് അദ്ഹൽ എന്ന് പറയുന്ന ആളുടെ ഒരു ഫേസ്ബുക്കിലെ ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൽ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വ്യാജമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പല ഗ്രൂപ്പുകളിലും ആ ഒരു കമന്റ് ചർച്ചാ വിഷയമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതായത് തങ്ങൾ അത്തരത്തിലുള്ള ഒരു ആശയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ അത് തുറന്നു പറയുക. പൊതു സമൂഹത്തിന് മുന്നിൽ ഒരു നേതാവാണ് തങ്ങൾ. പൊതുസമൂഹം അംഗീകരിക്കുന്ന, എല്ലാവരും തങ്ങളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത്തരത്തിലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് തങ്ങൾ. അതുകൊണ്ട് തന്നെ തങ്ങൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം, മറച്ചു വെക്കാൻ പാടില്ല. ഇവിടെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം സുന്നികളുടെ നേതാവാണ്. വലിയ ആത്മീയ ചൈതന്യമുണ്ട് പാണക്കാട് കുടുംബത്തിന് അല്ലെങ്കിൽ തങ്ങന്മാർക്ക് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് സുന്നികൾ. അത്തരത്തിലുള്ള വലിയ ഒരു വിഭാഗം ഇപ്പോഴും ഈ പാണക്കാട് കുടുംബത്തെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാരെ നേതാവാക്കി കൊണ്ടു നടക്കുമ്പോൾ, നേതൃസ്ഥാനത്ത് നിർത്തുമ്പോൾ, ആ തങ്ങന്മാർ ഒരിക്കലും അവരെ മാതൃകയാക്കാൻ പറ്റാത്ത വിധമാണ്, വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ, ആ തിരിച്ചറിവ് ഉണ്ടായ ഒരു പ്രതികരണമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരിക്കലും തങ്ങളോടുള്ള അനാദരവിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തോടുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പോ ബഹുമാനക്കുറവോ ഒന്നും ആ പ്രതികരണത്തിൽ ഉണ്ടായിട്ടില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ തങ്ങൾ പറയണം, അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്ന് തങ്ങളോട് അല്ലെങ്കിൽ ആ കുടുംബത്തോട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമസ്ത മുസ്ലിം ലീഗ് തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ തർക്കം? ലീഗിന്റെ അനുകൂലികളായിട്ടുള്ള ആളുകളെ സമസ്തയിലേക്ക് എടുക്കുന്നില്ല, സമസ്ത മുഷാവറയിലേക്ക് എടുക്കുന്നില്ല. ലീഗ് അനുകൂലികളെ അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ മുഷാവറയിലേക്ക് എടുക്കുന്നില്ല, സമസ്തയുമായി സഹകരിപ്പിക്കുന്നില്ല, അതിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇവിടെ തർക്കം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഈ തർക്കം അവസാനിപ്പിക്കണം, ലീഗിന്റെ വഴിക്ക് പോകട്ടെ, അതൊരു രാഷ്ട്രീയ പാർട്ടി ആയി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, ഈ മതസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കട്ടെ എന്നുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരികയാണ്. ഒരിക്കലും ഈ സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് പാണക്കാട് കുടുംബം ഇനി വരരുത്, അവരെ ഉൾപ്പെടുത്തരുത് എന്ന് തന്നെയാണ്. കാരണം ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം ചെയ്ത് വളർത്തി വലുതാക്കിയ ഒരു മതസംഘടനയാണ്, ഒരു പണ്ഡിത സഭയാണ് സമസ്ത. ഈ പണ്ഡിത സഭയുടെ തലപ്പത്തേക്ക് മറ്റ് ചിന്താഗതികളുമായി പോകുന്ന ആളുകളെ പിന്തുണക്കുന്ന ആളുകൾ വരുന്നത് ഒട്ടും ഭൂഷണമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് അവരെ കൊണ്ടുവരരുത്. കാരണം പാണക്കാട് കുടുംബത്തെക്കുറിച്ച് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും അവർ ഇത്തരത്തിൽ ചിന്തിക്കില്ല. ആരൊക്കെ പറഞ്ഞാലും ആ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല.
ഇന്നലെ ഈ വീഡിയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ചില പണ്ഡിതന്മാരെ വിളിച്ച് അന്വേഷിച്ചു. ഒരിക്കലും മുനവർ അലി തങ്ങളും അതുപോലെ തന്നെ ചില ആളുകൾ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഹൈദരലി തങ്ങൾക്ക് ശേഷമുള്ള തങ്ങന്മാർ അവരൊരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിലൂടെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. അവരൊക്കെ ഈ സത്യം ഉറക്കെ പറയാൻ അവർക്ക് ചില പരിമിതികളുണ്ട്, അതുകൊണ്ട് അവർ പറയാതിരിക്കുകയാണ്. കാരണം അവരൊക്കെ ഓരോരോ പള്ളികളിൽ അല്ലെങ്കിൽ മദ്രസകളിൽ സമസ്തയ്ക്ക് കീഴിലുള്ള അല്ലെങ്കിൽ മറ്റു സമസ്ത AP സമസ്തയുമായി ബന്ധപ്പെട്ട് ചില സമസ്തകളുടെ കീഴിൽ അല്ലെങ്കിൽ ലീഗിന് കൂടുതൽ അണികളുള്ള പ്രദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദുമാരാണ്. അവർക്ക് സത്യം പറയാൻ ഞാൻ പറഞ്ഞല്ലോ പരിമിതികളുണ്ട്. പറഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ അവരുണ്ടാകില്ല അത്തരമൊരു സാഹചര്യം, അല്ലെങ്കിൽ അവർക്ക് ജോലി ഉണ്ടാകില്ല അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവർ പറയാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു മതപണ്ഡിതനെ ഞാൻ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഒരു കുട്ടിക്ക് പറ്റിയ തെറ്റ് എന്നുള്ള നിലയ്ക്ക് ഈ വിഷയമൊക്കെ ചർച്ചയാക്കാൻ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അത് മുനവർ അലി തങ്ങൾ തിരുത്തിയില്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതും ആ വിഷയം ചർച്ചയാക്കണ്ട എന്ന് ആദ്യം തീരുമാനിച്ചതും. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടപ്പോഴാണ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എന്തായാലും തങ്ങൾ തിരുത്തുമെന്നാണ് എന്റെ പ്രതീക്ഷ. തങ്ങൾ FPയിൽ കുട്ടിക്ക് പറ്റിയതൊരു പിഴവാണ് എന്ന് തങ്ങൾ തിരുത്തി. ഇനി തങ്ങൾക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തങ്ങൾ തുറന്നു പറയുക, ആ തെറ്റ് തങ്ങൾ തിരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ ആകെയുള്ള ഒരു പ്രതിവിധി. അത് തങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ സൈബർ ആക്രമണം നിർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്തായാലും സൈബർ ആക്രമണം നടത്തണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇവിടെ കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വഹാബ് സഖാഫി മമ്പാട് അദ്ദേഹത്തിന്റെ FBയിൽ അത്തരത്തിലൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും ഇവിടെ മുനവർ അലി തങ്ങളുടെ മകളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആ ഒരു വീഴ്ചയെ ചെറിയ തെറ്റായി കാണുന്നില്ല, അത് അറിയാതെ സംഭവിച്ച തെറ്റായും കാണുന്നില്ല. അവരൊക്കെ കൃത്യമായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ തങ്ങളുടെ മകളുടെ ഭാഗത്ത് സംഭവിച്ച വീഴ്ച അത് തങ്ങൾ തുറന്നു പറയണം, തിരുത്തണം, തുറന്നു പറഞ്ഞ് തിരുത്തണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയാണ്. ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ കുടുംബത്തെ അംഗീകരിക്കുന്നുണ്ട്. ഈ കുടുംബം പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള അവരുടെ പാത ശരിയാണ് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ആ പഴയ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായാണ് പലരും ഈ കുടുംബത്തെ അംഗീകരിക്കുന്നത്, മാതൃകയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും തങ്ങളുടെ ഭാഗത്തു നിന്ന് തങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടായാൽ ആ അഭിപ്രായത്തിനപ്പുറം അതിനൊരു എതിർവാക്ക് പറയാതെ അതിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. AICC നേതാക്കന്മാർ പോലും ചില വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. എന്തായാലും അത്തരത്തിലുള്ള ആ പ്രവർത്തനങ്ങളുമായിട്ട് ഈ പാണക്കാട് കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പൊതുസമൂഹത്തിന് ജാതി മതത്തിനപ്പുറം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ കുടുംബത്തിലുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ നിലനിർത്താൻ അവർക്ക് കഴിയട്ടെ. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.